നമസ്കാരം. റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ച് 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ യഥാർത്ഥ ചെലവ് വെറും യുദ്ധഭൂമിയിലുണ്ടായ നഷ്ടങ്ങളല്ല എന്നും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നഗരങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, വൈദ്യുത സംവിധാനങ്ങൾ, ഗതാഗത ശൃംഖലകൾ, കൂടാതെ സാധാരണ ജനങ്ങളുടെ ജീവിത രീതികൾ വരെ ആഴത്തിൽ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര വിലയിരുത്തലുകൾ എത്തി. ലോകബാങ്ക് ഗ്രൂപ്പ്, യൂറോപ്യൻ കമ്മീഷൻ, ഐക്യരാഷ്ട്രസഭ, ഉക്രൈൻ സർക്കാർ എന്നിവർ ചേർന്ന് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഉക്രൈന്റെ പുനർനിർമ്മാണ ചെലവ് ഏകദേശം $588 ബില്യൺ ഉയരുമെന്നാണ് കണക്ക്. ഇത് ഒരു രാജ്യത്തിന്റെ യുദ്ധാനന്തര പുനർജീവനത്തിന് വലിപ്പം മാത്രമല്ല, ആധുനിക യുദ്ധങ്ങൾ സമൂഹത്തെ എത്ര ആഴത്തിൽ ബാധിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. ഈ കണക്ക് 2022 ഫെബ്രുവരി മുതൽ 2025 ഡിസംബർ വരെ നടന്ന നാശനഷ്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ തുക എന്നത് 2025 ഉക്രൈനിൽ പ്രതീക്ഷിക്കുന്ന നാമമാത്രമായ GDPയുടെ ഏകദേശം 3 ഇരട്ടിയോളം വരും എന്നതാണ്. അതായത് യുദ്ധം അവസാനിച്ചാലും സാമ്പത്തികമായി രാജ്യം പഴയ നിലയിലേക്ക് മടങ്ങി വരിക ഒരു ദീർഘകാല പ്രക്രിയയായിരിക്കും. അത് കാലങ്ങൾ എടുത്തു മാത്രമേ ഉക്രൈന് പഴയ രീതിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. യുദ്ധങ്ങൾ സാധാരണയായി അതിർത്തികളെയും സൈനിക ശക്തികളെയും മാത്രം ബാധിക്കുന്ന ധാരണ അതായത് യുദ്ധം ഇതിനെ മാത്രമേ ബാധിക്കൂ എന്നൊരു ധാരണയുണ്ട്. അത് വെറും തെറ്റു മാത്രമാണ്. സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനകളെ തന്നെ ദുർബലപ്പെടുത്തുന്നത് കൂടിയാണ് ഈ യുദ്ധം എന്നത്. അത് ഈ കണക്കുകളിൽ നിന്നും കൃത്യമായി വ്യക്തമാകുന്നുണ്ട്. നേരിട്ടുള്ള ഭൗതിക നാശനഷ്ടങ്ങൾ ഇതിനകം തന്നെ $195 ബില്യൺ കടന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഭവന മേഖല ഏറ്റവും വലിയ ആഘാതം നേരിട്ട മേഖല കൂടിയാണ്. ഏകദേശം 14% വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോ പൂർണ്ണമായി നശിച്ചതോ ആയി കണക്കാക്കപ്പെടുന്നു. 3 ദശലക്ഷത്തിലധികം വീടുകൾ ഇത് ബാധിച്ചതോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിഞ്ഞു മാറുകയും ചെയ്തു. താൽക്കാലികമായ താമസ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടിയും വന്നു. യുദ്ധത്തിന്റെ മനുഷ്യപരമായ ചെലവ് സാമ്പത്തിക കണക്കുകൾ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കാനാവാത്തതിന്റെ ഉദാഹരണമായി കാണാം. ഊർജ മേഖലയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പ്രത്യേകിച്ച് ഗുരുതരമാണ്. വൈദ്യുതി ഉൽപാദന നിലയങ്ങൾ, ട്രാൻസ്മിഷൻ ലൈനുകൾ, ചൂടാക്കൽ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ അടിസ്ഥാന സേവനങ്ങളെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ശീതകാലത്ത് വൈദ്യുതിയും ചൂടും ലഭ്യമാക്കുന്നത് തന്നെ ഒരു ദേശീയ സുരക്ഷാ വെല്ലുവിളിയായി മാറിയ സാഹചര്യം പലതവണ നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. ഇതോടെ വ്യവസായ ഉൽപാദനവും ദൈനംദിന ജീവിതവും ഒരുപോലെ അങ്ങ് പ്രതിസന്ധിയിലായി. ഗതാഗത സംവിധാനങ്ങളിലെ തകർച്ചയും സാമ്പത്തിക വീണ്ടെടുപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. റെയിൽവേ ശൃംഖലകൾ, തുറമുഖങ്ങൾ, പ്രധാന റോഡുകൾ എന്നിവയ്ക്കുണ്ടായ നാശം ആഭ്യന്തര വ്യാപാരത്തെയും കയറ്റുമതിയെയും നേരിട്ട് ബാധിച്ചു. പ്രത്യേകിച്ച് കൃഷി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥ ആയതിനാൽ ലോജിസ്റ്റിക് തടസ്സങ്ങൾ രാജ്യത്തിന്റെ വരുമാനത്തെ ഗണ്യമായും കുറച്ചു. യുദ്ധകാലത്ത് പോലും സാമ്പത്തിക പ്രവർത്തനങ്ങൾ തുടരേണ്ട ആവശ്യകത ഉക്രൈനിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കി. എന്നിരുന്നാലും നാശനഷ്ടങ്ങൾക്കിടയിലും പുനർനിർമ്മാണ ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അധിനിവേശം ആരംഭിച്ചതിനു ശേഷം $20 ബില്യൺ മൂല്യമുള്ള അടിയന്തര അറ്റകുറ്റപ്പണികളും പ്രാരംഭ വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയതായും കണക്കുകൾ വ്യക്തമാകുന്നു. ഭവനങ്ങൾ പുനർനിർമ്മിക്കൽ, ഊർജ സേവനങ്ങൾ പുനഃസ്ഥാപിക്കൽ, സ്കൂളുകളും പൊതു സൗകര്യങ്ങളും പ്രവർത്തനക്ഷമമാക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇത് പൂർണ്ണ പുനരുജ്ജീവനം അല്ലെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനക്ഷമതയെ നിലനിർത്താനുള്ള അടിയന്തര ശ്രമങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും ഉക്രൈന്റെ വീണ്ടെടുപ്പ് വെറും ധനസഹായം കൊണ്ട് മാത്രമാവില്ല എന്നാണ് അന്താരാഷ്ട്ര പങ്കാളികൾ ഉയർത്തുന്ന പ്രധാന നിരീക്ഷണം. ഭരണം മെച്ചപ്പെടുത്തൽ, അഴിമതി നിയന്ത്രണം, ബിസിനസ് അന്തരീക്ഷം ശക്തിപ്പെടുത്തൽ, യൂറോപ്യൻ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടൽ എന്നിവ ദീർഘകാല നിക്ഷേപത്തെ ആകർഷിക്കാൻ നിർണായകമാണ് എന്നാണ് വിലയിരുത്തൽ. യുദ്ധാനന്തര പുനർനിർമ്മാണം പലപ്പോഴും സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്ന ചരിത്രപാഠവും ഇവിടെ പ്രസക്തമാണ്.